মনের ভোলা কি রে তোর দিশা എനിക്കറിയാം Ishita was key to my happiness. But maybe happiness is not what I want. क्यों ता जाने ना दूरे बहु दूरे आकाशेर पारे যাই আমি চলে অন্তহীন পথ ধরে ചങ്ങാതിമാരെ നമസ്കാരം. ബാംഗ്ലൂർ നഗരത്തിൽ ഞങ്ങൾ താമസിച്ച ഇടത്തു നിന്നും 73 കിലോമീറ്റർ അകലെയുള്ള നന്ദി ഹിൽസ് ലക്ഷ്യമിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് കലീലും യാത്ര തുടങ്ങി. അതൊരു ഞായറാഴ്ചയായിരുന്നു. മുമ്പേ തന്നെ പറയാം, ഞായർ ദിവസങ്ങളിൽ നന്ദി ഹിൽസ് വീക്കെൻഡ് കർഫ്യൂ അല്ലെങ്കിൽ വീക്കെൻഡ് ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി സന്ദർശകർക്ക് തുറന്നു കൊടുക്കുകയില്ല. നന്ദി ഹിൽസ് മുകളിൽ കയറി കാണുക, നന്ദി സൈക്കിൾ ട്രെയിൽ എന്ന പേരിലുള്ള 30 കിലോമീറ്റർ സൈക്ലിംഗ് നടത്തുക, തൊട്ടുപുറകിലുള്ള ആൻഷ്യൻ ഹിൽ ഫോർട്ടിലേക്ക് യാത്ര ചെയ്യുക. ഈ പറഞ്ഞ ഹിൽ ഫോർട്ടിൽ എന്താ ഉള്ളത് എന്നല്ലേ? അതിനു മുകളിൽ 2 ക്ഷേത്രവും ടിപ്പു സുൽത്താൻ്റെ സമ്മർ റെസിഡൻസും ബ്രഹ്മാശ്രമവും എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അടവാണ് എന്നറിയാതെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അവിടെ എത്തിച്ചേർന്ന് ഈ വിവരം അറിഞ്ഞ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗ്രാമം കാണുക എന്ന് തീരുമാനിച്ചു. പ്രത്യേകതരം മണ്ണുകൾ കൊണ്ട് മൺപാത്രങ്ങൾ നിർമ്മിച്ചും ചെമ്മരിയാടുകളെ മേച്ചും പലയിനം കൃഷികൾ ചെയ്തു. പലയിനം എന്ന് പറയുമ്പോൾ അതിൽ മുന്തിരി, ചോളം, നെല്ല്, പോംഗ്രാനൈറ്റ്, പൂക്കൾ, എന്തിന് തെങ്ങും കവുങ്ങും കൃഷി ചെയ്യുന്നത് കാണാം. ഇതിനു പുറമെ പശുക്കളുടെ ഡയറി ഫാമുകൾ, കോഴികളുടെ കോഴി ഫാം, ഇന്നലകളുടെ മനസ്സുള്ള മനുഷ്യരുടെ ഗ്രാമം. ഈ ഗ്രാമം സന്ദർശിച്ച് തിരിച്ചു പോന്ന ഞങ്ങൾ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഈ ഗ്രാമം സന്ദർശിക്കാനാണ് നമ്മൾ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നമുക്കിവിടം ഒന്ന് പരിചയപ്പെടാം. ഗ്രാമത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ, ആട്ടിടയനെയും മൂരിയെക്കൊണ്ട് ഉഴുതുമറിക്കുന്നതും കണ്ട് ചിന്തിച്ചു കൂട്ടിയ കഥയാണ് പറയുന്നത്. തെറ്റ് കാണുകയാണെങ്കിൽ അത് അറിവില്ലായ്മയായി ക്ഷമിക്കുകയും അത് തിരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നന്ദി ഹിൽസിലേക്ക് ഇറങ്ങിത്തിരിച്ച യാത്രയാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടെ വീക്കെൻഡ് കർഫ്യൂ കാരണം നന്ദി ഹിൽസ് തുറക്കില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈക്ലിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗോവയിലേക്കും തൊട്ടടുത്തുള്ള ബാംഗ്ലൂരിലേക്കും കോയമ്പത്തൂരിലേക്കും എന്തിന് കേരളത്തിലേക്ക് പോലും കയറ്റിവിടുന്നു എന്ന് പറഞ്ഞു തന്നു. കേരളത്തിലേക്ക് എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്തിനാ സന്തോഷിച്ചതെന്ന് എനിക്കറിയില്ല. കോൾഡ് സ്റ്റോറേജ്, അതായത് ഫ്രിഡ്ജുകളിൽ സൂക്ഷിക്കും. മനുഷ്യൻ സാമൂഹിക ജീവിയായത് ഇവിടെ നിന്നായിരിക്കണം. നമുക്ക് അറിവിന് പുറമെ തിരിച്ചറിവ് എങ്ങനെയാണ് ലഭിക്കുക? മറ്റുള്ള ജീവികളിൽ നിന്ന് അല്ലെങ്കിൽ സ്വയം അനുഭവങ്ങളിൽ നിന്ന്. ഈ 2 മാർഗം തന്നെയാണ് ഇവിടെയും വഴികാട്ടിയായത്. വൃക്ഷങ്ങളിൽ നിന്നാണ് കായ്വർഗ്ഗങ്ങൾ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കായ്കൾ കഴിച്ച ശേഷം വലിച്ചെറിഞ്ഞ കുരുക്കൾ മുളച്ച് മരമാവുന്നത് മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റൊരു മൃഗവും അത് ശ്രദ്ധിച്ചില്ല. മറ്റു മാംസം കഴിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ ഒന്നുകൂടെ കണക്കിലെടുത്തു. കുട്ടിയെ കഴിക്കാതെ വളർത്തി വലുതാക്കി കുറച്ച് കൂടുതൽ കഴിക്കാം. മറ്റേത് മൃഗമാണ് ഇതുപോലെ ചിന്തിച്ച് ഇടയനായത്? മനുഷ്യൻ കഴിക്കാത്തവ അതുങ്ങൾക്ക് തീറ്റയായി കൊടുത്തു, വലുതാക്കി അതിൻ്റെ അമ്മിഞ്ഞയിൽ നിന്ന് പാല് കറന്നെടുത്തു. ഇങ്ങനെയാണ് പതുക്കെ മനുഷ്യൻ മറ്റൊരു കൃഷിക്കാരൻ കൂടിയായത്. മാത്രമല്ല, വേട്ടയാടി പിടിക്കുന്നത് താരതമ്യേന എളുപ്പമല്ല എന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കി കഴിഞ്ഞു. കൃഷിയാണ് അനുയോജ്യം. 1970-കൾക്ക് ശേഷം ഗവൺമെൻറ് വേട്ടയാടുന്നത് നിരോധിച്ചു. ഇനി തുടരുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. ജുഡീഷ്യൽ നിയമവും പാസ്സായി കഴിഞ്ഞു. എന്നാൽ ഇന്നും മനുഷ്യൻ മൃഗങ്ങളെ കഴിക്കുന്നു, വേട്ടയാടിയല്ല.
ഡൊമസ്റ്റിക് അനിമൽസ് എന്ന പേരിൽ വളർത്തി വലുതാക്കി കഴിക്കുന്നു. കർഷകർക്ക് മുന്നേ മനുഷ്യൻ ഇടയന്മാരായിരുന്നു. പറഞ്ഞു വന്നപ്പോൾ വേഗം കഴിഞ്ഞു അല്ലേ? 10,000 വർഷങ്ങളുടെ പരിണാമമാണിത്. ഇങ്ങനെയാണ് നമ്മുടെ പൂർവികർ വന്നത്. നമ്മുടെ പൂർവികർ മൃഗങ്ങളായിരുന്നു. ഓരോ മനുഷ്യനും അറിയേണ്ട കഥ. ഇവിടുത്തെ കൃഷിയും ഇടയന്മാരെയും കണ്ടപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ ചിന്തിച്ച നമ്മുടെ പൂർവികരുടെ കഥ. ഇതിവിടുത്തെ ഒരു കോഴി ഫാമാണ്. ഇലക്ട്രിക് ബൾബിൻ്റെ സഹായത്തോടെ കോഴികളെ വിരിയിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പോംഗ്രാനൈറ്റ് ഫീൽഡ്. വളരെ ദൂരത്ത് നിന്ന് സൂം ചെയ്ത് എടുക്കുന്നതാണ്. അടുത്തേക്ക് പോകാൻ നമുക്ക് പ്രവേശനമില്ല. ഇവിടെ തന്നെയുള്ളൊരു ഇഷ്ടികയുടെ കമ്പനിയാണ്. ഇഷ്ടിക ഉണ്ടാക്കുന്നതാണ്. ഇന്ന് പ്രവർത്തനമല്ല അല്ലേ? നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണായിരുന്നു. ഇത് കണ്ട, അതൊക്കെ ഇത് ഈ മണ്ണിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാക്കണ കമ്പനി ഒരുപാടുണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ടാവുന്ന ഒരു ഏകദേശം പോലും പിടി കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ ഇന്നില്ല. ഇന്ന് തൊഴിലില്ലാത്ത ദിവസമാണ്. നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ കാണാം. വെറുതെ പോംഗ്രാനൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. പക്ഷെ അങ്ങോട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല. അതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. ഒരുപാടുണ്ട്. നമ്മളെ നാടുകളിലേക്കൊക്കെ പോംഗ്രാനൈറ്റ് അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും വരുന്നുണ്ടാവാം.